കള്ളപ്പവും താറാവ് കറിയും ഭയങ്കര പാടാണെന്ന് എല്ലാവരുടെയും വിചാരം. പക്ഷേ വെറും 40 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻറ്റിയുടെ റെസിപ്പിയാണ്, എങ്ങനെയാണെന്നല്ലേ? ബാ നോക്കാം. 2.5 കിലോ താറാവിന് വേണ്ടി 3 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളകും സാദാ മുളകും ഒരുമിച്ച് പൊടിപ്പിച്ചതാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക. അത് കഴിഞ്ഞ് ഒരു പാൻ എടുത്തൊന്ന് ചൂടായി വരുമ്പം ഈ മസാല അതിലേക്ക് ചേർക്കുക. ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മെയിൻ കാര്യം ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഇനി താറാവ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കണം. കഴുകി വൃത്തിയാക്കി വെച്ച് താറാവ് അതിലേക്ക് ചേർക്കുക. അത് കഴിഞ്ഞ് നേരത്തെ ചൂടാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് പിന്നെ ചേർക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ശരിക്കും ഒന്ന് മിക്സാക്കി എടുക്കണം. കൈ കൊണ്ട് ശരിക്കും യോജിപ്പിക്കുകയും ചെയ്യണം. ഏകദേശം 1 കപ്പ് വെള്ളവും 250 ഗ്രാം ഉള്ളിയും 75 ഗ്രാം വെളുത്തുള്ളിയും 50 ഗ്രാം ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ശരിക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഈ എടുത്തേക്കുന്നത് നാടൻ താറാവാണ്. ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചാണ് വിസിലിൻ്റെ എണ്ണം വരുന്നത്. ഇവിടെ ഞങ്ങൾക്കിപ്പം 3 വിസിലിൻ്റെ അത്ര എണ്ണം വന്നിട്ടുണ്ട്. ആദ്യം 2 വിസിൽ അടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൻ്റെ എയറൊക്കെ പോയി ഒന്ന് തുറന്നപ്പോഴേക്കും നമ്മുടെ താറാവ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച ഏത്തക്കയും കൂടി ഇട്ട് ഒരു വിസിൽ അടുപ്പിക്കാം. പച്ച ഏത്തക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇത് ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. താല്പര്യമുള്ളവർ മാത്രം ഇത് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് പച്ച ഏത്തക്കയും കൂടെ ഇട്ട് ഒരു വിസിൽ അടുപ്പിക്കാം. ഈ ഒരു വിസിലും കൂടെ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ താറാവ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കിതിനെ എടുത്തൊന്ന് മാറ്റി വയ്ക്കണം. ഇനി ഇതൊക്കെ കഴിഞ്ഞ് വേറൊരു ഉരുളി എടുത്ത് വയ്ക്കുക. അതിലേക്ക് സവോള വറക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ച സവോള ചേർക്കണം. താറാവ് കറിക്ക് കുറച്ചും കൂടെ കൊഴുപ്പും സ്വാദും കിട്ടാൻ വേണ്ടിയിട്ടാണ് വറുത്ത സവോള നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം സവോള ശരിക്കും ഒന്ന് വറുത്തെടുക്കുക. ഈ സമയത്ത് സവോളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. സവോള കുറച്ച് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. പിന്നെ സവോളയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വറുത്ത് ക്രിസ്പി ആയി കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഇനി ഇതേ എണ്ണയിലേക്ക് കടുക് പൊട്ടിക്കാനായി ആവശ്യത്തിൻ്റെ കടുകും 5-6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ ആവശ്യത്തിന് കരിയാപ്പിലയും കൂടെ ചേർത്ത് ശരിക്കും ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് താറാവുണ്ടല്ലോ, അതിനെ പിന്നെ ഇതിലേക്കൊന്ന് ചേർക്കണം. ഇതിനെ ഇനി ഒന്ന് ചേർത്ത് മിക്സാക്കി കഴിഞ്ഞ് ടേസ്റ്റ് നോക്കിയപ്പം ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോഴേക്കും അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ നേരത്തെ വറുത്ത് വെച്ച സബോളയും കൂടെ ചേർത്ത് ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി കഴിയുമ്പോഴേക്കും കുറച്ച് ഭംഗിക്ക് വേണ്ടി ഒരു കറിവേപ്പില തണ്ടും കൂടെ അതിൻ്റെ മേളിലേക്ക് വെക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓഫാക്കി ഒരു 5 മിനിറ്റത്തേക്ക് അടച്ച് വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ താറാവ് കറി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനൊരു കള്ളപ്പത്തിൻ്റെയോ പാലപ്പത്തിൻ്റെയോ അങ്ങനെ എന്ത് വിഭവത്തിൻ്റെ കൂടെയും വേണമെങ്കിൽ കൂട്ടാം. അത്രയ്ക്കും നല്ല താറാവ് കറിയാണ്. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇനി ഒന്നുമില്ലെങ്കിൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് താങ്ക് യു.